കൃഷ്ണ ഗുരുവായൂരപ്പ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭവും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു. നട തുറന്നു. ഇന്നിപ്പോൾ അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. ഉദയാസ്തമന പൂജയാണ്. അപ്പോൾ അതിൻ്റെ തിരക്കുകളുണ്ടായിരുന്നു. നമുക്കതിൻ്റെ ഇടയിൽ കൂടെ തൊഴാനായിട്ട് പോവാം. ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഏത് രൂപത്തിലാണ് ഭഗവാൻ ഭക്തരെ കാണാനായിട്ടിരിക്കുന്നത് നോക്കണ്ടേ. എല്ലാവരുടെയും മനസ്സിലാകാംക്ഷയാണ്. അപ്പോൾ നമുക്ക് പോവാം. ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിൻ്റെ അവിടെ പോയി മഞ്ജുളാലിനെ ഒന്ന് പ്രദക്ഷിണം ചെയ്ത് മഞ്ജുള വാരസ്യാരെയൊക്കെ ഒന്ന് സ്മരിച്ച് നമുക്കിങ്ങനെ പോരാം. അങ്ങനെ വന്ന് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൻ്റെ പുറകു വശത്തു കൂടി ഇങ്ങനെ പോയാൽ അത്തിമര ഗണപതിയെ കാണാം. ആ ഗണപതിയെ കണ്ട് തൊഴുത് അവിടുന്ന് ആ സങ്കടമൊക്കെ പറഞ്ഞ് വിഘ്നങ്ങളൊക്കെ അകറ്റിത്തരാൻ വേണ്ടി പറഞ്ഞ് നമുക്കിങ്ങനെ പോരുമ്പോൾ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് ഇങ്ങനെ പോരാം. അങ്ങനെ പോരുമ്പോൾ കൊടിമരം ഇങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ കാണുന്നത് കേശവൻ്റെ 2 കൊമ്പുകൾ, അതിൻ്റെ നടുക്കായിട്ട് ലക്ഷ്മി ദേവിയുടെ വിഗ്രഹം. അങ്ങനെ അതൊക്കെ കണ്ട് തൊഴുത് നമ്മൾ വരുമ്പോൾ ഇടത് സൈഡിലുള്ള മേൽപ്പത്തൂരിൻ്റെ ആ പീഠം കാണാം. മേൽപ്പത്തൂരിരുന്ന് നാരായണീയം പറഞ്ഞിരുന്ന ആ പീഠം. അതുപോലെ വലതേ ഭാഗത്ത് ആദ്യത്തെ തൂണ് നോക്കിക്കഴിഞ്ഞാൽ അത് നരസിംഹാവതാരം കാണിച്ചു കൊടുത്തു എന്ന് എഴുതുമ്പോഴേ അനിയന് നരസിംഹാവതാരം കാണിച്ചു കൊടുത്തു എന്ന്. അപ്പോൾ അത് ആണ്. അതൊക്കെ കണ്ട് തൊഴുത് നമ്മളിങ്ങനെ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കി ഇങ്ങനെ പോരുമ്പോൾ നല്ല പ്രകാശം ഇങ്ങനെ കാണുകയാണ്. ആ നെയ്യ് വിളക്കിൻ്റെ സ്വർണ്ണ വിളക്കിലുള്ള നെയ്യ് ഒഴിച്ചിങ്ങനെ കത്തിക്കുന്നതിൻ്റെ പ്രകാശം, ഭഗവാന്റെ മുകളിലുള്ള സ്വർണത്തിൻ്റെയൊക്കെ തിളക്കം. അങ്ങനെ കാൽപാദങ്ങൾ കാണാണ്ട് കാൽപാദങ്ങൾ ഇങ്ങനെ പിണച്ചു വെച്ചിട്ടുണ്ട്. കാൽപാദങ്ങളിൽ 2 കാൽവളകൾ കാണാണ്ട് മുകളിൽ പട്ടിങ്ങനെ ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട്. അരമണി കിങ്ങിണി കാണാണ്ട് കിങ്ങിണി ഇങ്ങനെ ഞാന്ന് കിടക്കുന്നുണ്ട്. അതേപോലെ കുഞ്ഞിയ കുമ്പങ്ങനെ നന്നായിട്ട് വയറൊക്കെ വീർത്തിട്ടുണ്ട്. നന്നായിട്ട് നേദ്യമൊക്കെ കഴിച്ചതും യശോദാമ്മ നന്നായിട്ട് വെണ്ണയും ചോറൊക്കെ കൊടുത്തിട്ടതുകൊണ്ട് നന്നായിട്ട് നല്ല രസമായിട്ടാണ്. അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു മാങ്ങാമാല ഉണ്ട്, ഒരു വളയം പോലത്തെ മാല ഉണ്ട്, ഒരു പതക്കം പോലത്തെ മാല ഉണ്ട്. അതേപോലെ കൈവളകൾ കാണാണ്ട്, തോൾവളകളുണ്ട്, കാതിൽ ചെവിപ്പൂക്കൾ കാണാണ്ട്, നെറ്റിയിലൊരു സ്വർണ്ണ ഗോപീതിലകം വെച്ചിട്ടുണ്ട്. 2 കൈ കൊണ്ടും കൂടി പൊന്നോടക്കുഴൽ ഊതുകയാണ് കേട്ടോ. പാട്ടിങ്ങനെ കേൾപ്പിക്കുകയാണ്. എല്ലാ ഭക്തരും കേട്ടോളൂ എന്ന് പറഞ്ഞിട്ടേ നല്ല പാട്ട് പാടുകയാണ്. അപ്പോൾ ആ പാട്ടൊക്കെ കേൾക്കാം. അങ്ങനെ ആ ഓടക്കുഴൽ വിളിച്ച് വേണുഗോപാല സ്വരൂപത്തിലാണ് അന്നത്തെ ഭഗവാന്റെ കളഭാലങ്കാരം കേട്ടോ. വളരെ മനോഹരമായിട്ടുണ്ടത്. അങ്ങനെ ഗോപീതിലകം വെച്ച് അതിൻ്റെ മുകളിൽ നല്ലൊരു കിരീടം വെച്ചിട്ടുണ്ട് സ്വർണത്തിൻ്റെ. അതിൻ്റെ മുകളിൽ തിരുമുടിമാലകൾ 2 ചാർത്തിയിട്ടുണ്ട്. ഒരു തെച്ചിപ്പൂവിൻ്റെ മാത്രമായിട്ടുമുണ്ട്, പിന്നെ തെച്ചിയും തുളസിയും വെളുത്ത പൂവായിട്ടും. അങ്ങനെ 2 തിരുമുടിമാലകളുണ്ട്. അതേപോലെ തന്നെ വലിയ 2 ഉണ്ടമാലകളുണ്ട്. ഉണ്ടമാല എന്ന് വെച്ചാലും തെച്ചിയുണ്ട്, അതേപോലെ തുളസിയുണ്ട്. അങ്ങനത്തെ ഒന്നും, പിന്നെ വെളുത്ത പൂവും തെച്ചിയും തുളസിയും ആയിട്ടുള്ളത്. അങ്ങനെ 2 വലിയ ഉണ്ടമാല, നല്ല വലിപ്പമുണ്ട്. അങ്ങനെ ആ ഓടക്കുഴലൊക്കെ പിടിച്ചിങ്ങനെ നിൽക്കുന്ന ആ പൊന്നുണ്ണിക്കണ്ണനെ കാണാൻ എന്ത് രസമാണെന്നറിയോ. അപ്പം എല്ലാവരും ആ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയും കൊണ്ട് സോപാനപ്പടിയിൽ നിൽക്കുകയാണ് ഇപ്പോൾ. അങ്ങനെ മനസ്സുകൊണ്ട് ചിന്തിക്കുക. അപ്പോൾ നമ്മൾ ആ സോപാനപ്പടിയിൽ നിന്ന് ഭഗവാന്റെ ശ്രീലകത്ത് കാണുന്ന ആ രൂപമാണ് നമ്മൾ കളഭാലങ്കാര രൂപമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ എല്ലാവരും കണ്ട് തൊഴുതോളൂ കേട്ടോ. പ്രാർത്ഥിച്ചോളൂ, നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ. ഭഗവാന്റെ തിരുനടയിൽ നിന്നിട്ട് പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ പ്രാർത്ഥിക്കുക. അതിനുശേഷം നമ്മൾ ആ സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ തിടപ്പള്ളി നോക്കിയിട്ടൊന്ന് തൊഴാം. അതേപോലെ അഗ്നികോണിലേക്ക് നോക്കിയിട്ട് തൊഴാം. തിരിച്ചിങ്ങോട്ട് നോക്കുമ്പോൾ ആ ചുമരിൻ്റെ മുകളിലുള്ള ആലിലക്കണ്ണനെ കണ്ട് തൊഴുത് സപ്തമാതാക്കളെ കണ്ട് തൊഴാം. അങ്ങനെ വന്ന് വീണ്ടും ഗണേശൻ്റെ അടുത്ത് വരുമ്പോൾ അവിടെ ചെറുതായിട്ടൊക്കെ തിരക്കുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ നമുക്കങ്ങോട്ട് കയറിപ്പോയാലേ ഗണേശൻ്റെ രൂപം കാണാം. അവിടെ ഇന്നും കണ്ണൻ്റെ ആ ഒരു രൂപത്തിൽ തന്നെയാണ് പീലി വെച്ചിട്ടുണ്ട്. ചന്ദനമൊക്കെ നന്നായിട്ട് ചാർത്തിയിട്ടുണ്ട്. ഒരു പാവുമുണ്ട്, വെളുത്ത പാവുമുണ്ട് എടുത്തിട്ടുണ്ട്, കസവുമുണ്ട്. അതിൻ്റെ മുകളിൽ ഒരു മഞ്ഞ പട്ട് വെച്ചിട്ടുണ്ട്. കദളിപ്പഴം കയ്യിലുണ്ട്. അവിടെ കദളിപ്പഴം അടുത്ത് തന്നെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു കണ്ണൻ്റെ രൂപം പോലെ തന്നെ. അപ്പോൾ ഗണേശനെ കണ്ട് തൊഴുക.
ഏകദന്തം മഹാകായം ദപ്തകാഞ്ചനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ സരസ്വതി അറയിലേക്ക് നോക്കുക, സരസ്വതി ദേവീനെ പ്രാർത്ഥിക്കുക. ഒരു തുളസിയും വെളുത്ത പൂവായിട്ടുള്ള മാല മാത്രമേ കാണാനുള്ളൂ കേട്ടോ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ അവിടെ തൊഴുത് നമ്മൾ വരുമ്പോൾ ആ കോർണറിൽ നിന്ന് മായാദേവീനി അതേപോലെ ചെറിയ ഗണേശനൊക്കെ കണ്ട് തൊഴുത് മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കാണാം. പിന്നെ മേൽശാന്തിന് അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. അത് കഴിഞ്ഞാൽ നമ്മൾ വാമന രൂപം അതേപോലെ ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപം, ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയൊക്കെ കാണാം. അതൊക്കെ കണ്ട് വന്ന് നേരെ നമ്മൾ അനന്തപത്മനാഭസ്വാമീനെ കാണാനായിട്ട് നോക്കുക. അവിടെയും ധാരാളം പൂക്കൾ, മാലകളുണ്ട്, നിറച്ചുണ്ട്. മുകളിൽ വിധാനമായിട്ടും തുളസിമാലകളുണ്ട്. ഏറ്റവും മഹാവിഷ്ണുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട തുളസിമാലകൾ ധാരാളം. അങ്ങനെ അവിടെ കണ്ട് തൊഴുത് നമ്മൾ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. അതിനുശേഷം നമ്മളിങ്ങനെ വരുമ്പോൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കാണാം. അതൊക്കെ കണ്ട് കണ്ണനെയും കണ്ട് മുരുകനെ കണ്ട് തൊഴുത് ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരിക. ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരുമ്പോൾ ഒന്ന് കുങ്കുമം മാത്രം തന്നെ ഉള്ളൂ കേട്ടോ, കുറച്ച് തന്നെ ഉള്ളൂ, വേറെ മാലകളൊന്നുമില്ല. ഹനുമാൻ സ്വാമീനെ പ്രാർത്ഥിച്ചോളൂ എല്ലാവരും. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമാനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാഗ്പടുത്തം ഹനുമസ്മരണാദ് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. ഹനുമാൻ സ്വാമിയുടെ അവിടെ കണ്ട് പ്രാർത്ഥിച്ച് ആ രാധാകൃഷ്ണ വിഗ്രഹവും ആ കാളിയമർദ്ദന രൂപവും വെണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ നേരെ ആ ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. അതിനുശേഷം കുറച്ച് പടിഞ്ഞാട്ടിന് മാറി നിന്ന് ചുമരിൻ്റെ മുകളിലേക്ക് നോക്കിയാൽ താമരക്കണ്ണൻ കൽപ്പവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന ആ താമരക്കണ്ണനെ കണ്ട് പ്രാർത്ഥിച്ച് തൊഴാം. പിന്നെ കിഴക്ക് വശത്തേക്ക് നടന്നു പോയാൽ ആ ഗ്രില്ലിൻ്റെ അവിടെയുള്ള മണിക്കിണർ കാണാം. അതേപോലെ നൃത്ത ആളെ കണ്ട് തൊഴുത് ഓരോ കിടാവിളക്ക് ഇരുന്ന് കത്തുന്നത് കാണാം. പിന്നെ കുറൂരമ്മേനെ, നാരദരെയൊക്കെ കണ്ട് വസുദേവരെയൊക്കെ കണ്ട് തൊഴുത് ഇങ്ങനെ വടക്കേ നടയിൽ കൂടെ പുറത്തേക്ക് വരിക. അവിടെ വന്നിട്ട് നേരെ ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങാം പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ നിന്ന്. പിന്നീട് ഇടത്തരികത്തുകാവിലെ ഭഗവതിയെ കാണാനായിട്ട് പോവാം. ഭഗവതിയുടെ അവിടെയൊക്കെ തിരക്കുണ്ട് കേട്ടോ. എന്നും അങ്ങനെ ആയി വരണേ ഉള്ളൂ. ഗോളകയാണ് ഉള്ളത്. പിന്നെ നിറയെ തെച്ചിപ്പൂ കൊണ്ട് മാല ഉണ്ട് ധാരാളം. അർച്ചനയും ധാരാളം തെച്ചിപ്പൂവും താമരപ്പൂവും ഒക്കെ ആയിട്ട് കിടക്കുന്നുണ്ട്. അങ്ങനെ അർച്ചന കഴിഞ്ഞിട്ട് അപ്പം അമ്മേനെ കണ്ട് പ്രാർത്ഥിക്കുക, തൊഴുതോളൂ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് നമ്മൾ അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ ആ കോർണറിലെത്തിയാൽ ഒന്ന് തിരിഞ്ഞ് നിന്നിട്ട് മമ്മിയൂർക്ക് പോകുന്ന പോലെ സങ്കല്പിക്കുക. എന്നിട്ട് നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ചൊല്ലുക. മമ്മിയൂരപ്പനെ മനസ്സിൽ സ്മരിക്കുകയും ചെയ്യുക. അപ്പോൾ നമ്മൾ മമ്മിയൂർ പോയി ദർശനം കിട്ടിയ പോലെയാവും. അതിനുശേഷം നമ്മൾ കൊടിമരത്തിൻ്റെ അവിടേക്ക് വരിക. അവിടെ വന്നിട്ട് ഒരിക്കൽ കൂടി നമ്മളെ വേണുഗോപാല സ്വരൂപത്തെ കാണാനായിട്ട് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുക. അങ്ങനെ ഒന്നുകൂടി കണ്ട് അവിടെ നിന്ന് നമസ്കരിച്ച് കൂത്തമ്പലത്തിൻ്റെ അവിടേക്ക് വരിക. അവിടെയും പോയിട്ട് ആ കിടാവിളക്ക് കാണാം. വേദപാരായണം നടത്തുന്നതൊക്കെ ആയ സ്ഥലമാണ്. ഏറ്റവും പ്രാധാന്യമുള്ള സ്ഥലം തന്നെയാണ് കൂത്തമ്പലം. അവിടേക്കൊന്ന് നോക്കി തൊഴുത് നമസ്കരിച്ച് അയ്യപ്പസ്വാമിയുടെ അടുത്ത് വരിക. അയ്യപ്പസ്വാമിയുടെ അവിടെ വരുമ്പോൾ മുഖമൊക്കെ ഇങ്ങനെ ചന്ദനം കൊണ്ട് ചാർത്തി വരുന്നുണ്ട്. നല്ലൊരു ഗോപി പൊട്ട് വെച്ചിട്ടുണ്ട്. കാതിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. പിന്നെ കിരീടം വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു നീല പട്ടിങ്ങനെ മുകളിൽ ചുറ്റിയിട്ടുണ്ട്. വെളുത്ത കസവും മുണ്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. വലിയ മാലയുണ്ട്, കാശിമാല പോലത്തെ. അപ്പം എല്ലാവരും അയ്യപ്പസ്വാമിയെ കണ്ട് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്തേ സ്തുഭ്യം നമോ നമ. അതിനുശേഷം പ്രദക്ഷിണമായിട്ട് വന്ന് നേരെ പടിഞ്ഞാറ നടയിലുള്ള വേണുഗോപാല സ്വരൂപം കാണാം. പിന്നെ കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് പടിഞ്ഞാറ നടയിൽ കൂടെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. ഇനി നേരെ നമ്മൾക്ക് ആ
രുദ്രതീർത്ഥത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാനായിട്ട് പോവാം. അങ്ങനെ വരുമ്പോൾ ആ ഒരു തീർത്ഥക്കുളത്തിൻ്റെ നടുവിലായിട്ട് കാളിയമർദ്ദന രൂപത്തിലിരിക്കണു. കണ്ണനെ കണ്ട് തൊഴാം. പിന്നെ നമ്മൾ അന്നലക്ഷ്മി ആളിൻ്റെ അധീനം അങ്ങനെ പോയി നാരായണാലയത്തിനൊന്ന് പോയി തൊഴുത് ആ പൂന്താനം പൂജിച്ചിരുന്ന വിഗ്രഹം കണ്ട് തൊഴുത് പോരാം. അങ്ങനെ വരുമ്പോൾ വീണ്ടും നമ്മൾ ഭഗവതി നടയ്ക്ക് വന്നിട്ടൊന്ന് പ്രാർത്ഥിക്കാം. അതേപോലെ കിഴക്കേ നടയിലുള്ള വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെ വന്നിട്ട് ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്തേക്ക് ഒന്നുകൂടി നോക്കി തൊഴുക. അപ്പോൾ എന്താ വെച്ചാൽ ആ വെളിച്ചം അങ്ങനെ കാണാം നന്നായിട്ട്. വലിയ തിരക്കൊന്നും ഇല്ലയെന്ന് വെച്ചാൽ സുഖമായിട്ട് കാണാൻ പറ്റില്ലെങ്കിൽ ആ വെളിച്ചം ഇങ്ങനെ കാണാം. അവിടുന്ന് നമ്മൾ നേരെ തെക്കേ നടയിലുള്ള കൂവളമരത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാനായിട്ട് പോവുക. പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനും പാർവതീദേവിനെയൊക്കെ വിളിച്ച് മനസ്സിലിങ്ങനെ സ്മരിച്ച് പ്രദക്ഷിണം ചെയ്താൽ ആ പ്രദക്ഷിണത്തിൻ്റെ ഒക്കെ ശിവനും പാർവതിക്കും കിട്ടും. അപ്പോൾ അതിൻ്റെയൊക്കെ ഫലം നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഇന്നത്തെയും ആ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. ഇനി നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിരുന്നു. എല്ലാവരോടും കൂടി പ്രാർത്ഥനകൾക്കൊക്കെ ഫലമുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണുന്നത്. ഇപ്പോൾ 2-3 പേർക്ക് കാര്യസാധ്യമായി. ധനിഷ തിരുവോണം ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അംബികയുടെ മക്കൾക്ക് പരസ്പരം സ്നേഹം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ലതി ആയില്യം നടുവേദന കാലുവേദനയൊക്കെ മാറാൻ വേണ്ടിയിട്ട്. കമലാമോഹൻ്റെ കൊച്ചുമകളുടെ റീതു പുരാടം കണ്ണിൻ്റെ അസുഖം മാറാൻ വേണ്ടിയിട്ട്. അതേപോലെ കീർത്തന അത്തം പരീക്ഷാ വിജയത്തിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഷാജിയുടെ മോന് കല്യാണം നടക്കാൻ വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. പോരാത്തതിന് നമ്മളെ കൂടെ ഉള്ള എല്ലാവർക്കും നല്ലത് മാത്രം വരുത്താൻ വേണ്ടിയിട്ട് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ. നമ്മൾ ചെറിയൊരു കഥ. ഹനുമാനെ ബജ്രംഗ് ബലി എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണെന്നുള്ളതാണ്. ഒന്ന്, എപ്പോഴും വളരെ ജിജ്ഞാസയാണ് ഹനുമാൻ സ്വാമിക്ക്. അപ്പോൾ ഒരിക്കൽ സീത നെറ്റിയിൽ ഇങ്ങനെ സിന്ദൂരം പൂശുന്നത് കണ്ടു. അപ്പോൾ ഹനുമാൻ ചോദിച്ചു, സീതാമാത എന്തിനാണ് നിങ്ങളുടെ നെറ്റിയിൽ സിന്ദൂരം പൂശുന്നത്? അപ്പോൾ ഹനുമാൻ്റെ ജിജ്ഞാസയ്ക്ക് സീത വളരെ സന്തോഷിക്കുകയും ചെയ്തു. കാരണം മറുപടി കൊടുക്കുകയാണ്. ശ്രീരാമൻ്റെ, അതായത് ഭർത്താവിൻ്റെ ദീർഘായുസ് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, ശ്രീരാമൻ്റെ ദീർഘായുസ് ഉറപ്പിക്കാനാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി എന്ന് വെച്ച് മൂപ്പരെന്താ കട്ടിച്ച് അവിടെ ഇരുന്ന സിന്ദൂരം മുഴുവൻ തൻ്റെ ദേഹത്താണ് പൂശി. അപ്പോൾ എന്താ വെച്ചാൽ ശ്രീരാമന് ദീർഘായുസ് കിട്ടാനാണ് ഭർത്താവിൻ്റെന്ന് പിന്നെ പറഞ്ഞു. അത് കേട്ടില്ല. ശ്രീരാമൻ്റെ എന്ന് പറഞ്ഞപ്പോൾ വേഗം ചാടി കയറിയിട്ട് ആ സിന്ദൂരം മൊത്തം എടുത്തിട്ട് തൻ്റെ മേലങ്ങോട്ട് പൂശി. അപ്പോൾ അത് കണ്ട ശ്രീരാമദേവനും വളരെ സന്തോഷിച്ചു, പൊട്ടിച്ചിരിച്ചു. അദ്ദേഹം ഹനുമാനെ അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, നിൻ്റെ സ്നേഹവും ഭക്തിയൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. ഇനി മുതൽ നിന്നെ ബജ്രംഗ് ബലി എന്ന് വിളിക്കും. കാരണം എന്താ വെച്ചാൽ ബജ്രംഗ് എന്ന് പറഞ്ഞാൽ ഓറഞ്ച് എന്നാണ് അർത്ഥം. അങ്ങനെയാണ്. പിന്നെ വേറെ എന്താ വെച്ചാൽ ശ്രീരാമദേവൻ്റെ സഹോദരി ഉണ്ട് ശാന്ത എന്ന്. രാമന് 3 സഹോദരന്മാർക്ക് പുറകെ ഒരു സഹോദരി കൂടി ഉണ്ടായിരുന്നു. ഇതിനെക്കുറിച്ച് കാര്യമായിട്ടൊന്നും അറിയുണ്ടാവില്ലെങ്കിലും ചിലവർക്കൊക്കെ അറിയുണ്ടാവും. ദശരഥ രാജാവിൻ്റെ 4 പുത്രന്മാർക്കും കൂടി അവരുടെ സഹോദരി ശാന്തയുടെ അസ്തിത്വത്തെ കുറിച്ചൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ദശരഥ രാജാവിൻ്റെ രാജ്ഞി കൗസല്യയുടെ മൂത്ത കുട്ടിയായിരുന്നു ശാന്ത. കൗസല്യ രാജ്ഞിക്ക് വേർഷിണി എന്ന മൂത്ത സഹോദരി ഉണ്ടായിരുന്നു. അവർക്ക് സ്വന്തമായി കുട്ടികളില്ലായിരുന്നു. അങ്ങനെ തൻ്റെ ഇളയ സഹോദരിയായ കൗസല്യയെ സന്ദർശിക്കുന്നതിനിടയിൽ വേർഷിണി കൗസല്യയുടെ കുഞ്ഞിനെ ചോദിച്ചു. ദശരഥ മഹാരാജാവ് തൻ്റെ മകൾ ശാന്തയെ വേർഷിണിക്ക് നൽകി. അങ്ങനെ അവരാണ് ശാന്തയെ വളർത്തിയത്. അപ്പം അങ്ങനെ ചെറിയ കഥ കേട്ടോ. അപ്പം എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ. കൃഷ്ണ ഗുരുവായൂരപ്പ. കൃഷ്ണായ ഗോവിന്ദായ ഗോപീജനവല്ലഭായ പരായ പരംപുരുഷായ പരമാത്മനെ പരകർമ്മമന്ത്രയന്ത്രതന്ത്ര ഔഷധസ്ത്രശസ്ത്രാണി സംഹര സംഹര മൃത്യോർമോജയ മോജയ. ഓം നമോ ഭഗവതേ മഹാസ്വർശനായ ദീപത്രജ്വാലപരീതായ സർവദിക്ഷോപണകരായ ബ്രഹ്മണേ പരഞ്ജ്യോതിസേ ഹും ഫട്ട് സ്വാഹ. കൃഷ്ണ ഗുരുവായൂരപ്പ.